ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം എന്ന് പറയണേ, അവരൊന്ന് വെൽക്കം ചെയ്യും അല്ലേ? വെൽക്കം. അപ്പം ഈ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ചലഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, താങ്കൾ പറയൂ. ഈ ചലഞ്ചിന്റെ പേരെന്താണെന്ന് പറയൂ. മെമ്മറി ടെസ്റ്റ്. മെമ്മറി ടെസ്റ്റ്. മെമ്മറി ഇല്ലാത്തവരാണല്ലോ കൂടെ ഉള്ളത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. എനിക്കിന്റെ മെമ്മറി ഇല്ല, ഇതിന് തലച്ചോറും ഇല്ല. പരസ്പരം ട്രോളുന്ന ചലഞ്ച് അല്ല. തലച്ചോറില്ലാത്ത തലയും വെച്ചിരിക്കുക. അപ്പം ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ടെസ്റ്റ് കേട്ടോ. മെമ്മറി ടെസ്റ്റ് ആണാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ആണാണോ പെണ്ണാണോ. മെമ്മറി ടെസ്റ്റ് ആട്ടോ ആട്ടെ. അപ്പം നമ്മള് പറഞ്ഞു ഇത് വെറുതെ കശപശ. അപ്പം മെമ്മറി ടെസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു 10 സാധനത്തിന്റെ പേരെഴുതും. 10 എഴുതിയിട്ട് അത് ഇങ്ങനെ, അതായത് ഇപ്പം 10 സാധനമാണെങ്കിൽ 10 സാധനം, ഇപ്പോൾ അരി, പഞ്ചസാര, അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ സാധനങ്ങൾ, അത് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. സിനിമാ പേരാണെങ്കിൽ സിനിമാ പേര് മാത്രം. സിനിമാ പേര് മാത്രം. നിന്റെ ഇഷ്ടം അത്, എൻ്റെ ഇഷ്ടം അങ്ങനെ, നിന്റെ ഇഷ്ടം എന്നെ ഇഷ്ടം അങ്ങനെ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു 10 പറയും. അപ്പം അതിന് ശേഷം അത് ഒരു റിപ്പീറ്റ് ആയിട്ടൊരു 3 തവണ പറയാം. 3 തവണ. ഓക്കെ. അതിനുശേഷം 10 പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഉള്ള ആളോട് ചോദിക്കും രണ്ടാമത്തെ പേരെന്തായിരുന്നു, അല്ലെങ്കിൽ 5ാമത്തെ പേരെന്തായിരുന്നു, അങ്ങനെ. അപ്പോൾ ആൻസർ പറയുന്ന വ്യക്തിക്ക് 3 ചാൻസ് ഉണ്ട്. ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് 5 തവണയാണ്. മനസ്സിലായോ? 5 പ്രാവശ്യം ചോദിക്കാം. അപ്പുറത്ത് പേര് എഴുതിക്കോ, പോയിന്റ്സ് എഴുതാം. അങ്ങനെ നമ്മൾ എത്ര റൗണ്ട് കണ്ടക്ട് ചെയ്യും? 5 ചോദ്യം മാത്രം. ഒരാൾക്ക് 5 ചോദ്യം. ഓക്കെ, റെഡിയാണോ? എഴുതി വെച്ചോ അവിടെ. പേരെഴുതും, പോയിന്റ്സ് എഴുതണ്ടേ? മനസ്സിലായോ? ആ 10 എഴുതിക്കോ, നിന്റെ ഇഷ്ടമുള്ളത്. ഞാൻ നോക്കുന്നില്ല. ഓ, നോക്കിയാലും മനസ്സിലാവുകയല്ലോ. ഇതന്നെ ചൈനീസ് ആണോ? ചൈനീസ് ആണ്. മലയാളത്തിൽ എഴുതാൻ പാടല്ലേ? സംശയമുണ്ട്. 10 എഴുതി തീരുമെന്ന് കാണും. ഓഫ് ചെയ്ത് ആയോ? ഇല്ല, 2 കൂടി ഉണ്ട്. അതിനെ എഴുതാൻ വിടുന്നുണ്ടോ? ഞാനെന്നാ എൻ്റെ കൂടെ എഴുതി വെക്കാം. ഞാൻ എഴുതട്ടെ? വായിക്കണോ? നീ 3 പ്രാവശ്യം ഇത് വായിക്കണം. എന്നിട്ട് ഞാൻ ചോദിക്കും നമ്പർ പറയണോ? 1. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ ആ നമ്പറിലുള്ള ഞാൻ ഇപ്പം 5ാമത്തെ നമ്പറിലെ സിനിമ ഏതാന്ന് ചോദിക്കുമ്പോ പറയണം. അത് 3 ചാൻസ് എനിക്കുണ്ട് പറയാൻ. ഓക്കെ. അപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞ് അതിലേതെങ്കിലും ഒരു ചാൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, പിന്നെ അടുത്തത് 2, അങ്ങനെ 5 തവണ. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ. ഫസ്റ്റ് സിനിമ മീശമാധവൻ. സെക്കൻഡ് നാട്ടുരാജാവ്. തേർഡ് മാമ്പഴക്കാലം. ഫോർത്ത് തിളക്കം. ഫിഫ്ത്ത് കളിപ്പാട്ടം. സിക്സ്ത് ARM. 7 DS ഇറ. 8 ബില്ലാളി വീരൻ. 9 ബാഹുബലി. 10 ആറാട്ട്. ഒന്നുകൂടി വായിച്ചു. ഇനി മീശമാധവൻ അങ്ങനെ വായിച്ചാൽ മതിയോ? വെറുതെ കണ്ടിന്യൂസ് വായിച്ചാൽ മതി. മീശമാധവൻ, നാട്ടുരാജാവ്, മാമ്പഴക്കാലം, തിളക്കം, കളിപ്പാട്ടം, ARM, DS ഇറ, ബില്ലാളി വീരൻ, ബാഹുബലി, ആറാട്ട്. നമ്പർ പറഞ്ഞോ? മതിയോ? സിമ്പിൾ. 6 ആറാട്ട്. ഗമയെല്ലാം കേട്ടപ്പോ തെറ്റാണ് ഗൈസ്. ബാഹുബലി. 2 ചാൻസ് പോയേ, 1 ചാൻസ് കൂടി. ARM. Point 1. 3 പറഞ്ഞില്ലെങ്കിലേ കിട്ടുള്ളൂ അല്ലേ? Point 1. സെക്കൻഡ്. നമ്പർ 3. രാക്ഷസ രാജാവ്. 1 ചാൻസ് പോയി. കാട്ടുകുറുക്കൻ. അതിവിടെ കാട്ടുകോഴിയാണ് കഴിച്ചത്. ലാസ്റ്റ് ചാൻസ്. പറയൂ. നാട്ടുരാജാവ്. ഞാൻ തേർഡാ പറഞ്ഞത്, അപ്പം തെറ്റാ. ഓക്കെ, പോയിന്റ് ഇല്ല, പോയിന്റ് എഴുതണ്ട. ഓക്കെ, മൂന്നാമത്തെ അടുത്ത തേർഡ്
നമ്പർ 7. വില്ലാളി വീരൻ. ഒരു പോയിന്റ് പോയി, അല്ല ഒരു ചാൻസ് പോയി. 2 ചാൻസും കൂടി. 2 ചാൻസ്. DSRI ആണോ? Yes. ഓക്കെ. അപ്പോൾ 2 പോയിന്റ്സ്. 2 points. അപ്പോൾ 3 റൗണ്ട് കഴിഞ്ഞു. ഫോർത്ത് റൗണ്ട്. നമ്പർ 10. ലാസ്റ്റത്തെ എന്നതായിരുന്നു? വില്ലാളി വീരൻ. നോ. അത് എന്നതായിരുന്നു? അത് ചട്ടമ്പി നാട്. നോ. കുസൃതി കുറുപ്പ്. നോ. തീർന്നു. ആറാട്ട്. ഓക്കെ. അപ്പോൾ 2 points. എത്ര റൗണ്ട് ആയിരുന്നു? 5 റൗണ്ട് അല്ലേ? ഇനി ലാസ്റ്റ് ഒരു റൗണ്ട് കൂടെ ഉണ്ട്. ഇനിയും ഉണ്ടോ? നമ്പർ 4. രാക്ഷസ രാജാവ്. നോ. കാക്കക്കുറുമ്പൻ. നോ. അത് ചുമ്മാ പറയുന്നതാണ്. അങ്ങനെ ഒരു സിനിമ ഞാൻ എഴുതിയിട്ട് പോലും. കാര്യസ്ഥൻ. നോ. തീർന്നു. 2 points. ഓക്കെ. ഇനി നിന്റെ ചാൻസ്. പറയുക. അരി പഞ്ചസാര. ഞാൻ സാധനങ്ങളുടെ പേര് കേട്ടോ. അരി, പഞ്ചസാര, മുളക്, ഉരുളക്കിഴങ്ങ്, മീൻ, അരിപ്പൊടി, മല്ലി, ഉപ്പ്, മൈദ, പച്ചരി. ഒന്നും പറയട്ടെ. അരി, പഞ്ചസാര, മുളക്, ഉരുളക്കിഴങ്ങ്, മീൻ, അരിപ്പൊടി, മല്ലി, ഉപ്പ്, മൈദ, പച്ചരി. ഓക്കെ. അരി, പഞ്ചസാര, മുളക്, ഉരുളക്കിഴങ്ങ്, മീൻ, അരിപ്പൊടി, മല്ലി, ഉപ്പ്, മൈദ, പച്ചരി. ഓക്കെ. പറയട്ടെ, ചോദിക്കട്ടെ. 6. അല്ല. 3 ചാൻസ് ഉണ്ട്. മൈദ. അല്ല. തക്കാളിയോ? അല്ല. അരിപ്പൊടി. 6 പോയിന്റ് ഇല്ല. ഓക്കെ. സെക്കൻഡ് റൗണ്ട്. ഓക്കെ. 5. അരി, പഞ്ചസാര, മുളക്, മല്ലി, അരിപ്പൊടി. അല്ല. 5. 5 പറയൂ. പെട്ടെന്ന് പറയണേ. 5. മല്ലി. അല്ല. മുളക്. അല്ല. അരിപ്പൊടി 6 ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല. പറയാം. ഒരു ചാൻസ് കൂടെ ഉണ്ട്. മുളക്. അല്ല. തീർന്നു. ഓക്കെ. മീന്. ഓക്കെ. അപ്പൊ 2 റൗണ്ട് കഴിഞ്ഞിരിക്കും. 3ാമത്തെ റൗണ്ടിലേക്ക് കിടക്കും. ഓക്കെ. പറയട്ടെ. 9. മൈദ. കറക്റ്റ്. ഓക്കെ. 1 point. ഒരു പോയിന്റ്. എത്രാമത്തെ റൗണ്ട് ഇത്? 3ാമത്തെ റൗണ്ട് അല്ലേ? ഇവിടെ 1 പോയിന്റ്. 1 point. എട്ട്. ഉപ്പ്. കാണാ പടം പഠിച്ചു വെച്ചേക്കോ ഗൈസ്. 2 points. ഇനി അടുത്തത് 5. മീന്. ഓക്കെ. അപ്പം 3 പോയിന്റ്സ്. അപ്പം ഈ ജയിച്ചു. അപ്പോൾ ഈ ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം കൂടുതൽ പറയാനുള്ള ത്രാണി ഇവക്കില്ലാത്തത് കൊണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഈ ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ചലഞ്ചിൽ വിന്നർ എന്ന് പറയുന്നത് സിമിയാണ്. അപ്പം മറ്റൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണുന്നവരെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും തുടർന്നുള്ള വീഡിയോസൊക്കെ കാണുക. നമ്മൾ വരുന്നതെല്ലാം വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ്. ഓക്കെ. വെറൈറ്റി കണ്ടൻറ്റ്. ഇതുവരെ ലോകത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു അത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള കണ്ടൻറ്റാണെന്നൊന്നും പറയുന്നില്ല. എന്നാലും നല്ല അടിപൊളി കണ്ടൻറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നല്ലൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.
ബൈ.